ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക സ്വകാര്യ ചാനൽ നമ്മുടെ കേരളത്തിൽ തുടങ്ങിയിട്ട് 3 ദശകം പിന്നിടുകയാണ്. അപ്പോൾ ഇത് തുടക്കകാലത്ത് നമുക്കിത് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. കാരണം നമ്മൾ കേട്ടും കണ്ടും ഒക്കെ വളർന്നു വന്നിട്ടുള്ളത് ആകാശവാണിയും ദൂരദർശനുമാണ്. അതിൽ നിന്നുള്ള ഒരു കുതിച്ചു ചാട്ടമാണ് പിന്നീട് കണ്ടത്. അതിനെക്കുറിച്ച് ഒന്ന് വിലയിരുത്തിയാൽ ഇനിയും നമ്മൾ കുതിക്കുകയാണ് അല്ലേ? 30 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ന്യൂസ് അവറിൻ്റെ 8000 എപ്പിസോഡ്, നേർക്കുന്നതിൻ്റെ 800 എപ്പിസോഡ്, കവർ സ്റ്റോറിയുടെ 800 എപ്പിസോഡ്, ഇതിൻ്റെ ആഘോഷം ഉണ്ടായിരുന്നു. ഓബായ് താമര എന്നായിരുന്നു. വലിയ പ്രധാനമായിട്ട് എല്ലാ ആളുകളും നല്ല സദസ്സായിരുന്നു. അപ്പം അതിൽ നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ BJP-ക്കാരോട് ചോദിച്ചാൽ അവർ പറയും അതൊരു കമ്മ്യൂണിസ്റ്റ് ചാനലാണ്, കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിച്ചാൽ സംഘി ചാനലാണ്, കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ പോയി ആൻറ്റി കോൺഗ്രസ് ആണ്, മുസ്ലിങ്ങളോട് ചോദിച്ചാൽ ആൻറ്റി മുസ്ലിമാണ്, ക്രിസ്ത്യാനികളോട് ചോദിച്ചാൽ പോയി നമുക്കെതിരാണ്. ബിനുവൊക്കെ നമ്മളെ പേരൊക്കെ ബിനു ബിജോ എന്നൊക്കെ തോന്നുമെങ്കിൽ നമുക്കെതിരാന്ന് പറയും. ഈ ഹിന്ദുസിനോട് ചോദിച്ചാലോ, എന്നുവെച്ചാൽ ഈ പറയുന്ന സോക്കോൾഡ് പൊളിറ്റിക്സ് പറയുന്ന ആളുകളോട് ചോദിച്ചാലോ അതൊരു ഹിന്ദു വിരുദ്ധനല്ലെന്ന് പറയും. അപ്പോൾ എല്ലാവരും അവരതല്ല എന്നാണ് പറയുക. എന്നാൽ എല്ലാവരും ഈ ചാനൽ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവർ പറയുന്നത് സത്യമുണ്ട്, അവർ വസ്തുതാധിഷ്ഠിതമാണ്, പ്രശ്നാധിഷ്ഠിതമാണ്. അപ്പോൾ ഒരു വസ്തുത പ്രശ്നാധിഷ്ഠിതമാകുമ്പോൾ ഒരു വിഷയം വരെ ചിലപ്പോൾ അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് തോന്നുന്നു അവർക്കെതിരായിരിക്കും, BJP-ക്കെതിരായിരിക്കും, അവർക്ക് അനുകൂലമായിരിക്കും. അടുത്തതിന് BJP-ക്ക് എതിരായിരിക്കും, കമ്മ്യൂണിസ്റ്റുകാർക്ക് അനുകൂലമായിരിക്കും. അപ്പോൾ അതാണ് ആ ചാനലിൻ്റെ ഐഡൻറ്റിറ്റി. ആ ചാനൽ ബഹിഷ്കരിക്കാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ അല്ല. ജനങ്ങൾ ഇത്രയും ഓപ്പണായിട്ട് ബഹിഷ്കരിക്കണമെന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞില്ല. എങ്കിലും നമ്പർ 1 എപ്പോഴും അവർ തന്നെയാണ്. അത് ജനങ്ങൾക്കുള്ളൊരു വിശ്വാസം. ജനങ്ങൾ നമ്മുടെ നാട്ടിൽ പറയാമെന്ന് വെച്ചാൽ ഏതോ ന്യൂസ് ഏഷ്യാനെറ്റ് വെച്ച് നോക്കുന്നു, വേറെ ഏത് ചാനൽ പോയാലും അവസാനം ഏഷ്യാനെറ്റിൽ വരും. ഏഷ്യാനെറ്റ് ആണെങ്കിൽ ഈ കാര്യത്തിൽ ഇപ്പം എന്ന് വെച്ചാൽ ഒരു ന്യൂസ് കാർണിവലായി. പുതിയ 2 ചാനൽ വന്ന് നമ്മുടെ നായരുടെ ചാനലും അരുണിൻ്റെ ചാനലും വന്നതിന് ശേഷം ഈ ഒരു ന്യൂസ് കാർണിവലാണല്ലോ. വാർത്തേനെക്കാട്ടും കൂടുതൽ അതിൽ അവതാരണത്തിൻ്റെ ശൈലിയും അതിൻ്റെ ചളിവൽക്കരണം എന്ന് പറയാവുന്ന ഒരു അവതരണ രീതിയൊക്കെയാണ്. ആ ഒരു മാറ്റം വന്നപ്പോൾ ഏഷ്യാനെറ്റ് എന്ത് വെച്ചാൽ അവരുടെ ഒരു അന്തസ്സ് കളഞ്ഞു വെച്ചില്ല. ഈ മാറ്റങ്ങളൊക്കെ അവർ ഉൾക്കൊണ്ടു. ഇപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന പരിപാടി സുരേഷ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലും എന്താ കാര്യം എന്ന് വെച്ചാൽ ക്ലാരിറ്റി, അവതരിപ്പിക്കുന്ന വിഷയങ്ങളെ ക്ലാരിറ്റി, ഫാക്ച്വൽ എന്ന് നിർബന്ധമില്ല. ഈ 2 കാര്യങ്ങളാണ് അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പം ഈ മത്സരത്തിനനുസരിച്ച് ഇങ്ങനെ കുറേ മാറ്റങ്ങൾ വരുത്താൻ അവർക്ക് വലിയ വിഷമമുണ്ട്. കാരണം അവർക്ക് ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടതില്ല, പക്ഷെ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആ ഒരു ശിരൂരോ മറ്റൊരു ലോറി ഡ്രൈവർ അപകടത്തോടെ തന്നെ ശരിയൊരു ആ വിഷയം നടന്ന ഏഷ്യാനെറ്റ് വളരെ അധികം എന്താ പറയുക ഉത്തരവാദിത്ത ബോധത്തോടു കൂടി അത് ന്യൂസ് റിപ്പോർട്ട്. പക്ഷേ വേറെ 2 ചാനൽ വന്നിട്ട് ഭയങ്കര ചളിയായി കളഞ്ഞു. അവസാനം മലയാളം പത്രപ്രവർത്തകരെ കർണാടക കണ്ടാൽ തല്ലുന്ന അവസ്ഥയായി. ആ സമയത്താണ് വേറെ 2 ചാനലുകൾ ഏഷ്യാനെറ്റിൻ്റെ മുകളിൽ പോയി. അപ്പോൾ എല്ലാവരും ഏഷ്യാനെറ്റ് ഇവിടെ ഭയങ്കര സന്തോഷമായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? നമുക്ക് അന്നേ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് അടുത്ത റേറ്റിംഗ് വരും ഏഷ്യാനെറ്റ് വിടും. പിന്നെ ഏഷ്യാനെറ്റ് തിരിച്ച് കയറിയത് ഇപ്പോൾ ഏഷ്യാനെറ്റാണ് 1ാം സ്ഥാനത്ത്. അതാണ്ട് എനിക്ക് തോന്നുന്നു വലിയ ഡിഫറൻസ് ഉണ്ട്. 1000ഓളം പോയിന്റ് മറ്റോ ഡിഫറൻസ്. എനിക്ക് തോന്നുന്നു അതിൽ ചില പരിപാടികളൊക്കെ തന്നെ ഇപ്പോഴും പ്രത്യേകമായിട്ട് ഇങ്ങനെ എടുത്തു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ TNG-യുടെ കണ്ണാടി, കവർ സ്റ്റോറി, പിന്നെ ഈ പണ്ട് രവീന്ദ്രൻ നടത്തിയ ഒരു കേരള യാത്ര, മങ്ങാട് തന്നായിരുന്നു. അതിപ്പോൾ അനുഭവം അങ്ങനെ പയ്യന്മാരത് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ പിന്നെ മാത്രമല്ല മികച്ച ജേർണലിസ്റ്റ് ഉൾക്കൊള്ളുന്നുണ്ട് ഏത് ചാനലിലാണെങ്കിലും. ഇപ്പം മാതൃഭൂമിയിലൊക്കെ മികച്ച ജേർണലിസ്റ്റുകൾ ഒരു ഷിഹാസ് എന്ന് പറഞ്ഞ പയ്യനുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു ദിവസം അവിടെ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടല്ല ഡിസ്കഷൻ ഈ യൂത്ത് പരിപാടി ഞാൻ വളരെ മിടുക്കനാണ്, നന്നായി ചെയ്യും. എനിക്കറിയുന്ന സ്ഥലങ്ങളാകുമ്പോൾ ഇത്തരം പരിപാടികൾ ചെയ്തിരുന്നു. ഞാൻ കുറച്ച് കഴിയുമ്പോൾ അവന് ഏഷ്യാനെറ്റ് കണ്ടു. മാത്രമല്ല ഏഷ്യാനെറ്റിൽ അവനിൻ്റെ യൂത്തിൻ്റെ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവൻ യൂത്തിൻ്റെ ഒരു വൈബ് ഉൾക്കൊള്ളുന്ന ആളാണ്. അങ്ങനെ മികച്ച ആളുകൾ. അതേസമയം തന്നെ പഴയ ഡോയന്മാരെ നിലനിർത്തുകയും വളകനന്ദ, കേരളത്തിലെ ആദ്യത്തെ വനിതാ TV മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന ആളാണ്. വളകനന്ദ ഇപ്പോഴും ഏഷ്യാനെറ്റിൻ്റെ പ്രധാനപ്പെട്ട മുഖമാണ്, ഫേസാണ്. ലോകജാലകം എന്നുള്ള അവരുടെ പരിപാടി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവര് ജേർണലിസ്റ്റുകൾക്കൊക്കെ ഒരു പ്രത്യേക പരിശീലനം കൊടുക്കുന്നു. എൻ്റെ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, അദ്ദേഹമാണ് അത് ഹിസ്റ്ററി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അത് പോകുന്നവർക്ക് നല്ല റെമ്യൂണറേഷൻ, ഭയങ്കര സൗകര്യങ്ങളുമാണ്. മാത്രമല്ല ഇവർക്ക് നല്ല കഴിവനുസരിച്ചിട്ടും
സീനിയർ നല്ല തരത്തിലുള്ള എന്താണ് പറയുക റെമ്യൂണറേഷൻ ശമ്പളമൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ മികച്ച ജേർണലിസ്റ്റ് അവിടെ തന്നെ നിലനിർത്തുന്നുണ്ട്. വളരെ അപൂർവമായിട്ട് ഞാൻ ഏഷ്യാനെറ്റ് പോയ ആളുകൾ ഏഷ്യാനെറ്റ് കുറ്റം പറഞ്ഞിട്ടുള്ളൂ. അത് വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾക്ക് നോക്കാം. അതിപ്പം ഒരു കൂട്ടി 2 സിംഹം പറ്റും, അതില്ലല്ലോ. അപ്പം പിന്നെ ഇവർക്കൊക്കെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പം നമ്മളൊക്കെ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും എൻ്റെ മേലൊന്നും ഇന്ന് പറയുമ്പോൾ എന്നെ വിളിക്കുമ്പം ഇന്ന വിഷയമുണ്ട്, നിങ്ങൾ സംസാരിക്കാമെന്ന് പറയാം. അല്ല അതിൽ ആ സൈഡ് സംസാരിക്കും, അങ്ങനെ പറയില്ല. അങ്ങനെ ചില ആളുകളൊക്കെ വേറെ പല സ്ഥലത്തും ഉണ്ട്, പക്ഷെ അങ്ങനെ പറയില്ല. നിങ്ങളെന്താണ് നിങ്ങളുടെ വ്യൂ പോയിന്റ് അത് പറയാം. വേറൊരു കാര്യം വെച്ചാൽ അലവലാദികളെ ചർച്ചയ്ക്കൊന്നും വിളിക്കില്ല. അപ്പോൾ കൊള്ളാവുന്ന ആളെ കിട്ടിയില്ല, ആ സ്പേസ് അവിടെ ഇടും. ഇപ്പം ചില വിഷയങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എന്നെ വിളിച്ചില്ല, എനിക്ക് അന്ന് ഒരു വിഷയം അറിയാണ്ടാവില്ല, അല്ലെങ്കിൽ എനിക്ക് വേണമെന്ന് അറിയാൻ പോകാൻ പറ്റിയില്ലെങ്കിൽ, പറ്റാവുന്ന അങ്ങനത്തെ ഒരാളെ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ ബ്ലാങ്ക് ആയിരിക്കും. വേണ്ട, 2 ആൾ ചർച്ച നടത്തും. ഇനി രാഷ്ട്രീയക്കാർ വന്നിട്ടില്ലെങ്കിൽ രാഷ്ട്രീയക്കാർക്കും വിവരമുള്ള സഹയാത്രികരുണ്ട്. അപ്പോൾ നമ്മുടെ ഹരിദാസ് ഉണ്ടല്ലോ ജന്മഭൂമിയിൽ, BJPക്കാരിടക്ക് ബഹിഷ്കരിച്ചാണ് ഹരിയേട്ടൻ വന്നത്. ഹരിയേട്ടൻ വളരെ നന്നായി സ്വാമി ആളുകൾക്ക് ഇഷ്ടമാകുന്ന രീതി നല്ല രീതിയിൽ BJPയുടെ പോലെ അവതരിപ്പിക്കും. അദ്ദേഹം BJPയുടെ വക്താവാണ്. അപ്പോൾ ആ രീതിയിൽ അവരൊരു കോൺഫിഡൻസ് തന്നെയാണ് കാണിക്കുന്നത്. പിന്നെ ഏഷ്യാനെറ്റ് കൊടുത്ത ജനം അത് സ്വീകരിക്കും എന്നുള്ളത്. ഏഷ്യാനെറ്റ് എപ്പോഴെല്ലാം അവരുടെ ഈ പറഞ്ഞ മറ്റുള്ളവരെ ഒരു ലൈൻ അവരെ സ്വാധീനിച്ചു വന്നപ്പോഴൊക്കെ ഏഷ്യാനെറ്റ് തിരുത്തിയിട്ടുണ്ട്. ജനം പുറക്കില്ല. അപ്പോൾ അങ്ങനെ അപൂർവം 1-2 സംഭവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. മറ്റുള്ള ചാനലുകളുടെ ഒരു സ്വഭാവം ഏഷ്യാനെറ്റിന് ഇടയ്ക്ക് പിന്നെ ഒരു മിനിറ്റിലൊക്കെ സ്വാധീനിക്കുന്ന ഒരു പ്രശ്നം വന്നിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നാട്ടുകാർ അതിശക്തമായി തന്നെ എതിർത്തു. അത് ഏഷ്യാനെറ്റ് ഉൾക്കൊണ്ടു എന്നുള്ളതാണ്. പിന്നെ ഏഷ്യാനെറ്റിന് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഗെയിം ചേഞ്ചർ ആയ ചാനലാണ്. ഇപ്പം ഇവിടെയുള്ള പത്രങ്ങളെല്ലാം ആ പാവം നമ്പിനാരായണനെ രാജ്യദ്രോഹിയാക്കിയപ്പോൾ ഏഷ്യാനെറ്റ് ഒറ്റ ചാനലാണ് അതിൻ്റെ അതർ സൈഡ് പോകുന്നത്. അതോടുകൂടിയിട്ടാണ് ആ മൊത്തം ആളുകളുടെ അഭിപ്രായം മാറുന്നത്. നമ്പിനാരായണ മനുഷ്യൻ ഇന്ന് അദ്ദേഹം ബഹുമാനിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏഷ്യാനെറ്റാണ്. വേറൊന്ന് CBI ആണ്. ഈ 2 സാധനങ്ങളാണ്. ഏഷ്യാനെറ്റ് പിന്നെ ഇവിടെ ഒരു ജേർണലിസ്റ്റ് ഉണ്ടല്ലോ, അയാളെ പേര് ഞാൻ മറന്നു. ശ്രീകണ്ഠനല്ല ശ്രീകണ്ഠൻ ഏഷ്യാനെറ്റിലായിരുന്നു. എന്തായാലും പ്രധാനപ്പെട്ട ജേർണലിസ്റ്റില്ലേ, നമ്പിനാരായണ കേസ് IS പ്രധാന മാതൃഭൂമിയിലൊക്കെ ഉണ്ടായിരുന്നു. മാതൃഭൂമിയിലാന്ന് തോന്നുന്നുണ്ട്. ആ പേര് രാജശേഖരൻ നായർ. ഇവർ കുറച്ച് ആളുകളാണ് ഈ അതർ സൈഡ് കാണിച്ചത്. അത് പോപ്പുലറൈസ് ചെയ്തത് ഏഷ്യാനെറ്റാണ്. അന്ന് തൊട്ടേ ഈ പറയുന്ന ഫോൾസ് നെഗറ്റീവിനെതിരെ ഏഷ്യാനെറ്റ് ഒരു കുരിശുയുദ്ധം നടത്തിയിട്ടുണ്ട്. പിന്നെ അവർക്ക് വേറൊരു കാര്യം വെച്ചാൽ അവരെപ്പോഴും ഇരകളെ കൂടെ നിൽക്കും എന്നുള്ളതാണ്. ഇരകളെ രാഷ്ട്രീയമോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഇരകളുടെ കൂടെ ഇരകളെ സൈഡിലാണ്. വിനുവൊക്കെ പലപ്പോഴും ഒരു ഏഷ്യാനെറ്റിൻ്റെ സ്റ്റാൻഡ് ചർച്ചയിൽ പറയുന്നുണ്ട് ആ ഇരകളെ കൂടെ നിൽക്കുമ്പോഴാണ്. അല്ലാതെ വളരെ ഫാക്ച്വലായിട്ട് ചർച്ച പോകുള്ളൂ. ഒരു സ്റ്റാൻഡ് പിന്നെ എപ്പോഴും എടുത്തോ നിങ്ങൾ നോക്കിയോ, അത് ഒരു പാവപ്പെട്ട മനുഷ്യൻ അതിഭീകരമായിട്ട് ചൂഷണം ചെയ്യപ്പെടുന്ന അവസ്ഥ വന്നാൽ ആ സമയത്ത് മാത്രമാണ് അവർ സ്റ്റാൻഡ് എടുക്കാറുള്ളത്. അന്നപ്പോൾ കേരള സമൂഹത്തിൻ്റെ മനസാക്ഷിയും ആ സ്റ്റാൻഡിനൊപ്പമായി. അപ്പം അതുകൊണ്ട് അത് ഇപ്പോഴും ഇത്രയും മത്സരം വന്നിട്ട് മാറാൻ തയ്യാറാകാതെ തന്നെ ജേർണലിസ്റ്റുകളുടെ ക്ലാസിക്കൽ ഇൻറ്റഗ്രിറ്റി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. പിന്നെ രാജീവ് ചന്ദ്രശേഖരാണ് മുതലാളി. രാജീവ് ചന്ദ്രശേഖർ പ്രത്യേകിച്ച് ഒരു ഗുണം ഏഷ്യാനെറ്റ് കിട്ടിയിട്ടില്ല. അത് രാജീവ് തോറ്റം ആദ്യം വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഏഷ്യാനെറ്റ് കൂടി സഹായിച്ച രാജീവ് ജയിച്ചു പോവുകയായിരുന്നു. രാജീവിനെ എനിക്കൊന്ന് ഏറ്റവും അവസാനം വിനു ഇൻ്റർവ്യൂ ചെയ്തത് ഇവിടുത്തെ മറ്റു 2 സ്ഥാനാർത്ഥികളെ. അപ്പോൾ മാനേജ്മെൻറ്റും അതിൻ്റെ അത് കൈകടത്താറില്ല. പിന്നെ ഇഷ്ടമില്ലാത്തവർക്ക് എന്തും പറയാം. ഏഷ്യാനെറ്റ് ഈ മലയാളിയുടെ അഭിമാനമാണ്. അതിനകത്ത് ഈ നിരവധി പേജുകളുണ്ട്. അതിനകത്ത് എനിക്ക് വളരെ ശ്രദ്ധേയമായിട്ട് തോന്നിയത് നമ്മുടെ TP ശ്രീനിവാസൻ കൈകാര്യം ചെയ്യുന്ന വിദേശ സാറിൻ്റെ പരിപാടി. അതൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വലിയ മാസ് ഓഡിയൻസ് ഉള്ള പരിപാടി ഒന്നുമല്ല. അതിനൊരു എലൈറ്റ് ക്ലാസ് ഉണ്ട് അതിനകത്ത്. എലൈറ്റ് ക്ലാസ് ഉണ്ട്, പക്ഷെ ഒരു മാസ് ഓഡിയൻസ് ഇല്ല അതിന്. പക്ഷെ എങ്കിലും അവർ ആ പരിപാടി നിലനിർത്തുന്നുണ്ട്. സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹം ഇപ്പോൾ സഞ്ചാരം കേരളത്തിന്റെ പ്രധാന പരിപാടിയായി മാറി. മലയാളികളൊക്കെ കാരണം ഏഷ്യാനെറ്റാണ്. ഇങ്ങനെയൊക്കെ ഓപ്പണിംഗ് കൊടുക്കും. പിന്നെ ഇപ്പം ചർച്ചകളാണ് എനിക്ക് കൊള്ളാവുന്ന ആളുകളാണെങ്കിൽ. പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം മുൻഷി അത് ഏതാണ്ട് 10,000 8,000 അത് മുൻഷിയൊക്കെ ഈ പറഞ്ഞ പോലെ അന്ന് പല പ്രൊപ്പോസലും കൊടുത്ത് വേറെ ആരും അംഗീകരിക്കാത്ത കാര്യമാണ് അവർ ഏറ്റെടുത്തത്. അത് വലിയ ആദ്യത്തെ കാർട്ടൂൺ അല്ലെ ടെലിവിഷനിൽ വരുന്നത് കാർട്ടൂണായി മുൻഷിയിലൂടെയാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളാണ് കഴിഞ്ഞ ദിവസം മരിച്ചു ശ്രീവരാഹണ്ടായിരുന്നു. അപ്പം അങ്ങനെ പല കാര്യങ്ങൾക്കും ഒരു ഗെയിം ചേഞ്ചർ ട്രെൻഡ് സെറ്റർ എന്ന് ഏഷ്യാനെറ്റ് തുടരുകയാണ്. ആ സമയം തന്നെ ഈ ജേർണലിസത്തിൽ വന്ന അപജയം അവർക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ചെറിയ മാറ്റങ്ങൾ, അതായത് കെട്ടിലും മറ്റൊക്കെ മാറ്റങ്ങളൊന്നുമില്ല. അത് ബേസിക്കലി ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ് ഏഷ്യാനെറ്റിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. പിന്നെ ഈ ചർച്ചയ്ക്കൊക്കെ വിളിക്കുന്ന ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മളൊന്നൊരു പ്രത്യേക അഡ്രസ്സ് ഉണ്ടായിട്ടൊന്നല്ല നമ്മളെ ഒന്നും വിളിച്ചത്. ഞാൻ ആ സമയത്ത് എന്നെ ആദ്യം വിളിക്കുക, ഞാൻ മോഡിയെ പറ്റിയൊരു പുസ്തകം, മോഡി പ്രധാനമന്ത്രി ഞാൻ തയ്യാറാണ് ഒരു പുസ്തകം, മോഡി വളരെ ക്രിട്ടിക്കലായിട്ട് ഫാക്ച്വലായിട്ട് ഞാൻ എഴുതുന്നു. അത് അവരുടെ അവരുടെ അന്നത്തെ ഒരു എഡിറ്റർമാരിൽ ഒരാൾ എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടിൻ്റെ അളിയനായി.
അദ്ദേഹം അന്ന് റൂമിൽ വന്ന സമയത്ത് ഈ പുസ്തകം ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നു. അദ്ദേഹമാണ് എൻ്റെ പേരാണോ കവർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ ചർച്ചയ്ക്ക് എന്നെ വിളിച്ച് കൊള്ളാമെന്ന് തോന്നി. പിന്നെ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരെ സമയം ബേസിക്കലി ക്വാളിറ്റി ഉണ്ടെങ്കിൽ അതേസമയം തന്നെ ഒരാൾ അവർ അവതത്തിൽ വിളിച്ചെന്ന് വിചാരിച്ചു, അയാൾ ഉടായി പറഞ്ഞാൽ പിന്നെ ഒരു കാലത്ത് വിളിക്കണം. എനിക്കറിയാം ഒരാൾ അങ്ങനെ 2 ദിവസം വിളിച്ചു. പിന്നെ അവർക്ക് അനുസരിച്ച് ഇയാൾ ഉടായി ഇത് വിറ്റ് കാശാക്കുന്ന ആളാണ്. പിന്നെ അവർ വിളിച്ചിട്ടില്ല. അങ്ങനെ അതിപ്പോൾ എനിക്കറിയാവുന്നൊരു വിഷയം. എല്ലാ കാര്യത്തിലും അവരെടുക്കുന്ന നിലപാടതാണ്. ഫാക്ടിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, സത്യത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക, മനസാക്ഷിയുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ്. ഫാക്ച്വലി ആവുക, മനസാക്ഷിയുടെ കൂടെ നിൽക്കുക എന്നുള്ളത്. അതിൻ്റെ പൊളിറ്റിക്സിനും മറ്റു ചിന്തകൾക്ക് അതീതമായി നിൽക്കുക. അതുകൊണ്ട് അത് ഈ പുതിയ യൂട്യൂബ് ചാനലുകളൊക്കെ മാതൃകയാക്കേണ്ട ഒരു പ്രവർത്തനം തന്നെയാണ്. നിങ്ങൾ അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഉദാഹരണമാണ് ഏഷ്യാനെറ്റ് ഹിന്ദു. ഇതിനോടൊക്കെ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടാകും. പക്ഷേ ബേസിക്കലി നിങ്ങൾ ഒരു ഫാക്റ്റ് മനസ്സിലാക്കണം എന്ന് തോന്നുമ്പോൾ, ഒരാഴത്തിലുള്ള വ്യൂ മനസ്സിലാക്കണം എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ആദ്യം പോകുന്നത് ഈ രണ്ടിലോട്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.